നിന്റേത് കർക്കിടക രാശിയാണോ? കർക്കിടക രാശിക്കാർക്ക് എപ്പോഴും ലവ് മാരേജ് ആയിരിക്കും. അതൊന്നും എനിക്കറിയില്ല. എന്റെ അച്ഛൻ അറിഞ്ഞ എന്നെ കൊന്നുകളയും. എടി നിന്റേത് ലവ് മാരേജാ അറിയോ? എന്റെ അമ്മ അതിനൊന്നും ഒരിക്കലും സമ്മതിക്കില്ല. ഇവറ്റുള്ള ഓരോ കോപ്രായങ്ങൾ. ഇരിക്കടാ വിവരം കേട്ടവൻ. കൊച്ചു കുട്ടികളെ പോലെ അന്താക്ഷരി കളിക്കുന്നു. ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ കുറച്ച് പാടാ, ഓർത്തോ? ഈ പെണ്ണുങ്ങൾ ഇതിന് മാത്രം എന്താ സംസാരിക്കുന്നത്? ഫ്ലൈറ്റ് കയറിയപ്പോ തൊട്ട് കണ്ടോണ്ടിരിക്കുക, സംസാരം മാത്രമേ ഉള്ളൂ. ആ തമാശ എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളും ചിരിക്കുമല്ലോ. ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞുതരാം. അവന്റെ കാര്യം പിന്നെ നോക്കാം. ഓക്കെ ഓക്കെ, നീ കേക്ക് നല്ല രസമുണ്ട്. അയ്യോ ഞാൻ അവൾക്ക് വേണ്ടിയാണോ ജനിച്ചത്? അങ്ങനെ നോക്കി അനിയനായി പോയില്ലേ? ഇല്ല, അവൾ എനിക്ക് വേണ്ടിയാ ജനിച്ചിരിക്കുന്നത്. അവനെന്താണ് ചെയ്യുന്നത്? കഷ്ടം. चलो भाई लोग, जल्दी जल्दी चलो, नाश्ता कर लो, 2 घंटे का रास्ता जाना है. ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ആണല്ലേ? വാവ്. എന്താ വരുന്നുണ്ടോ അവൻ? എക്സ്ക്യൂസ് മീ, ഒന്ന് മാറ് ബ്രോ. അവന്റെ പേരെന്താടാ? ആരുടെ? ദേ ജോക്കറിന്റെ. ഓ അവനാണോ? തുളസി. എന്താ? വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. സീരിയസ് ആയിട്ടാ പറയുന്നത്. ഒരു ഹാഫ് ആൻ അവർ ക്ഷമിക്കേ, ഇപ്പൊ ശരിയാക്കി തരാം. ഭായ് സാബ്, ഇത് മേരാ ദോസ്ത്. ഫ്രണ്ട്സ് 4 दिन से इनकमिंग फुल आउटगोइंग नील दर्द बहुत तारी जमीन पर गोली 3 गोली 3 ഗുളിക ഉണ്ടോ? ഫുൾ പാക്കറ്റ് വാങ്ങിച്ചു. दिन में 1 बार. വൺസ് എ ഡേ. ഓക്കെ, ദിവസം 3 നേരം. താങ്ക്സ്. കണ്ടില്ലേ? ഒരെണ്ണം കൊടുക്കാനല്ലേ പറഞ്ഞേ? എടാ 4 ദിവസത്തോട്ട് വരാത്തവർക്ക് കുറേശ്ശെ മതി. ദിവസം വരുന്നവർക്ക് ഒരുപാട് കൊടുക്കണ്ടേ? 4 ദിവസമായിട്ട് വരാത്തവർക്ക് കുറച്ച് കൊടുത്താൽ മതിയെങ്കിൽ ദിവസം വരുന്നവർക്ക് അതിലും കുറച്ച് കൊടുക്കണം. കഴുതകള് എന്തോന്നാണ് അവന്മാരോട് പോയി. അത് ശരിയാണല്ലോ. അവിടെ ഒരാൾ ഇരിപ്പുണ്ട്. नमस्ते सर, हम हैदराबाद से आए. इंजीनियर स्टूडेंट से. अच्छा जगह, बहुत अच्छा जगह है. सर 1 बार 2 मिनट तुम्हारा बात യൂസ് ചെയ്തോട്ടെ. 2 മിനിറ്റ് ബസ്. 2 മിനിറ്റ്. അയ്യോ सर प्लीज सर, जस्ट 2 मिनट्स. हम हैदराबाद से आया, इंजीनियरिंग स्टूडेंट्स. എന്തോക്കട ഇത്? ആ കാലം സമ്മതിക്കുന്നില്ലടാ. നമുക്ക് വേറെ സ്ഥലം നോക്കാം. എടാ ഒന്ന് പിടിച്ചു നിർത്തടാ. ഞാൻ പറയുന്നത് ഒന്ന് കേക്കടാ. ചക്കരയല്ലേടാ. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ വിളിക്കാൻ പോവാ. ഇവിടെ വേണ്ട, എണീക്കടാ. അയ്യോ ഈശ്വരാ. അയ്യോ എന്റെ പേര് തുളസി. ഹൈദരാബാദിലെ വലിയ പുള്ളിയാ, കാശ്മീരിലെ സൂപ്പർ സ്റ്റാറാ. എടാ മാറിയിരിക്കടാ. അങ്ങോട്ട് നോക്കി, ആ വീരന്മാര് വരുന്നു. വിജയിച്ച് വരുന്നവരെ മുഖത്തേക്ക് ഒന്ന് നോക്കടാ. പ്രകൃതിയോട് ജയിക്കുന്ന അത്ര എളുപ്പമാണോ അളിയാ? എങ്ങോട്ടാടാ പോകുന്നത്? अरे भाई लोग आइए, गाड़ी चढ़िए. സാർ പ്ലീസ് സാർ, ഒരു 2 മിനിറ്റ് സാർ. ഒരു 2 മിനിറ്റ് സാറിന്റെ ഈ ബാത്റൂം യൂസ് ചെയ്യാൻ തന്നാ ഞാൻ ടാലന്റ് മൊത്തം കാണിക്കാം സാർ. പ്ലീസ് സാർ, ഞാൻ പറയുന്നത് കേൾക്കൂ സാർ. പ്ലീസ് സാർ. പോടാ മലംഭൂതങ്ങളെ.
ഇവനെയൊക്കെ എന്താ പറയേണ്ടത്? എന്താലോചിച്ചോണ്ടിരിക്കായിരുന്നു എന്തോ. 9 മണിക്ക് വരേണ്ടവരാ, 4 മണിക്കാ കയറി വന്നത്. ഗായ്സ്, ലേറ്റായി വന്നതുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ക്യാൻസൽ. നാളെ രാവിലെ നേരത്തെ എണീറ്റാൽ വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗിന് പോകും. ഏയ് ഇതിപ്പോ ഇങ്ങനെ നോക്കി നിന്ന് ടൂർ മൊത്തം കഴിയുമെന്നാ തോന്നുന്നത്. ഇനി എപ്പോഴാ പരസ്പരം മനസ്സിലാക്കുന്നേ? എന്നാ വാ മനസ്സിലാക്കാം. അതാ പറഞ്ഞ അടുത്തിരുന്നോണ്ട് നിന്നെ പറ്റി പറ എന്നെ പറ്റി ഞാൻ പറയാന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല. എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടേ നടക്കാവൂ. രാത്രിയാണെങ്കിൽ ഉറങ്ങാനും പറ്റില്ല. ഐ എം ടയേർഡ്. വൈകിട്ട് കാണാം. ഇവളെ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഏയ് കണ്ണ് കാണാൻ പാടില്ലേ? മുമ്പിലൊരു സുന്ദരിയായ പെണ്ണുണ്ടെങ്കിൽ ക്ലാസ്സിലുള്ള പയ്യന്മാർക്ക് പിന്നെ കണ്ണ് കാണില്ല. അത് തന്റെ കുഴപ്പമില്ല, പ്രായത്തിന്റെ. ഐ ആം രമേഷ്. നല്ല പേര്. പൊയ്ക്കോ. ഏയ് തനിക്ക് മനസ്സിലായില്ല. വാ അങ്ങോട്ട് പോയി സംസാരിക്കാം. തൻവിയെ സ്നേഹിക്കുന്നുണ്ടല്ലേ? ഏയ് തനിക്ക് എന്നെ മനസ്സിലായി? കുറച്ച് പാടാണ്, എന്നാലും മനസ്സിലാക്കണം. വേറെ വഴിയില്ല. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അറിയുന്ന നല്ലത്. കൂടുതൽ എടുത്തിട്ട് അറിഞ്ഞാൽ വല്ലാതെ വേദനിക്കും. ഒരു മാങ്ങാത്തുലിയും മനസ്സിലായില്ല. മറന്നേക്ക്. എന്തിന്? നിനക്ക് കാര്യം അറിയില്ല, മറന്നേക്കാൻ. അതെന്തിനാന്നാ ചോദിച്ചേ? എന്താന്ന് വെച്ചാൽ തൻവി നിന്നെ സ്നേഹിക്കില്ല, അതാ ഞാൻ പറഞ്ഞു വന്നത്. എന്താ? ഐനോ ഈ സിറ്റുവേഷനിൽ ഇവിടെ നിനക്ക് ചാടി ചാവാൻ പോലും തോന്നിയേക്കും. ഈ സമയത്ത് ധൈര്യം കൈവെടിയാൻ പാടില്ല. ഏയ് ഒന്ന് നിന്നേ. സിഗരറ്റ് ഉണ്ടോ? സിഗരറ്റ് വാങ്ങിക്ക്. എനിക്ക് ശീലമില്ല. എനിക്ക് ശീലമുണ്ട്, വാങ്ങടാ. താങ്ക് യു മൈ ഡിയർ. ഇറ്റ്സ് ഓക്കെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. തൻവി എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞില്ലല്ലോ. നിനക്കത് താങ്ങാൻ പറ്റില്ല. ശരി. ഹേയ്, കാരണം നീ അവളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അവളെ സ്നേഹിക്കുന്നത് എന്നെ. മതിയോ? ഇനി വേറെന്തെങ്കിലും അറിയണോ? ബോസ് ബോസ് ബോസ്. ഐനോ തന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെ റിയാക്ട് ചെയ്യൂ. മറന്നേക്ക. നിനക്ക് റിച്ച് ഹസ്ബൻഡിനെ കിട്ടും, നോക്കിക്കോ. സത്യാണോ? അവന് 4 ഫാം ഹൗസ് ഉണ്ട്. ആണോ? നിന്നാണ് സത്യം. ഞാൻ ഉറപ്പിച്ച് പറയുക, നിന്റേത് ലവ് മാരേജ് തന്നെ. തോന്നിയതുപോലെ കണ്ട സ്ഥലത്തൊക്കെ കൈ തുടച്ചു വെക്കുക. ഒരു നാണമില്ല. ബേസിക് ആയിട്ട് ഇങ്ങനെയാണെന്നാ തോന്നുന്നത്. മാസത്തിലൊരിക്കലേ കുളിക്കുള്ളൂ. ആ എന്ത് ചെയ്യൂ എന്തോ. എങ്ങോട്ടാ പോകുന്നേ? നിങ്ങൾക്ക് വേണ്ടി ക്യാമ്പ് ഫയർ ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. വാക്കിംഗ്. വാക്കോ? അപ്പൊ എന്റെ ക്യാമ്പ് ഫയർ നീ എന്ത് ചെയ്തോ? എന്തോന്ന്? നിന്റെ കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ടാണോ ഞാൻ ഇത്രയും ദൂരം വന്നേ? അവന് വല്ലാത്ത വിമിഷ്ടം. ഇപ്പൊ കണ്ടില്ലേ? മറന്നേക്ക. ഏതടാ ഇവൻ? തന്നെ ഇവനെ സ്നേഹിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. ഓരോരുത്തന്മാരും അവന്മാരുടെ ഇഷ്ടത്തിനൊക്കെയാ സംസാരിക്കുന്നത്. ഇവിടെ സംസാരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. മറന്നേക്കാൻ. എടാ ആരടാ അവൻ? ഏയ് അവൻ നമ്മളെക്കാളും 6 years സീനിയർ ആടാ. 6 years? ഇൻസ്ട്രക്ഷൻ ശ്രദ്ധിച്ചു കേട്ടണം. എല്ലാവരും വന്ന് റിവർ മാപ്പ് മേടിച്ചിട്ട് കയറിക്കോ. താങ്ക്സ് ബഡി. വെൽക്കം. ഹായ്. സ്റ്റോപ്പ്. ഓയ്, സഞ്ജുവിനെ പറ്റി നിന്റെ ഒപ്പീനിയൻ എന്താ? എന്നോട് ചോദിച്ചാൽ ഞാൻ നല്ലവനാന്നേ പറയൂ. നിങ്ങൾ പിന്നെ തിക് ഫ്രണ്ട്സ് അല്ലേ? നീതു, ലൈഫ് ജാക്കറ്റ് നല്ല ടൈറ്റാക്കി ഇട്ടോ. റാപ്പിഡ്സ് ഒരുപാടുണ്ടെന്നാ തോന്നുന്നത്. ആ വാട്ടർ ബോട്ടിലിങ് എടുത്തേ. ഇവിടെ വാട്ടർ ബോട്ടിലൊന്നും ഇല്ലല്ലോ. നീ എന്തിനാ വന്നേ? സർപ്രൈസ്. സർപ്രൈസ് മാങ്ങാത്തുലി. നീ എന്തിനാ ബോട്ടിൽ വന്നേ? ഇല്ല, പരസ്പരം മനസ്സിലാക്കണമെന്ന് പറഞ്ഞേ. അതുകൊണ്ടാ നിന്റെ ബോട്ടിൽ വന്നേ. ദേ നോക്ക്, ഞാൻ വീണ്ടും പറയുവാ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കണ്ടേ. സെറ്റിംഗ്സിലൊന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ടുണ്ടാവില്ല? ഇതാ ഇപ്പൊ കണ്ടോ. ഈ ഭാഗത്തേക്കല്ല, ആ ഭാഗത്തേക്കാ. അങ്ങോട്ടാ പോണ്ടത്. ഈ ഭാഗത്തേക്കല്ലേ പോകുന്നത്. കുറച്ച് പ്രൈവസി വേണോന്ന്. പ്രൈവസി എന്ത് കുന്തു ആയിക്കോട്ടെ. ആദ്യം മാപ്പ് നോക്ക്. വീണ്ടും മേർജ് ആവാൻ പറ്റില്ല. മാപ്പോ? ഏത് മാപ്പ്? അപ്പൊ നീ ഗൈഡിന്റെ കയ്യിൽ നിന്ന് മാപ്പ് ഒന്നും വാങ്ങിയില്ലേ? ഗൈഡ് തന്ന മാപ്പാണോ? അത് ഞാൻ വാങ്ങാൻ മറന്നുപോയി.
വാട്ട്? അതെങ്ങനെ നീ വാങ്ങാൻ മറന്നു പോയത്? മാപ്പ് വാങ്ങാതെ എങ്ങനെ നീ ബോട്ടിൽ കയറിയത്? എന്തേ നിനക്ക് വാങ്ങാറില്ലേ? പുറകിലിരിക്കുന്നവരാ നാവിഗേറ്റ് ചെയ്യേണ്ടത്. സോ നീ ആ മാപ്പ് വാങ്ങേണ്ടിയിരുന്നത്. ഗൈഡ് ഇൻസ്ട്രക്ഷൻസ് പറയുമ്പോ അതെങ്കിലും കേട്ടുകൂടായിരുന്നോ? ആ സമയത്ത് എന്ത് ചെയ്യായിരുന്നു? അത് നിന്നെ നോക്കി നിൽക്കുമായിരുന്നു. ദൈവമേ, ഇനി എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? അറിയില്ല തൻവി, കാണുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും കാണാൻ തോന്നും. എന്റെ ദൈവമേ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ശരി, ഇപ്പൊ എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ? പുഴ എങ്ങോട്ടാണ് ഒഴുകുന്നത് അങ്ങോട്ട് പോ. പക്ഷേ ഈ പുഴ ഏത് ഭാഗത്തോട്ടാ പോകുന്നേ? നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ ചക്കരെ. നീയും ഞാനും ഈ ബോട്ടിൽ ഇങ്ങനെ ഒരുമിച്ച് റൊമാൻറ്റിക് ജേണി പോവാന്ന് വിചാരിച്ചാ മതി. എൻജോയ് ചെയ്യ്. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ. ഒന്ന് നിർത്താവോ? നിനക്ക് എന്നെ കൊല്ലാൻ വല്ല ഉദ്ദേശമുണ്ടോ? എന്നാ നീ പാട്. എനിക്ക് പാടാൻ അറിഞ്ഞൂടാ. എന്നാ പിന്നെ ഞാൻ പാടുന്ന കേക്ക്. അയ്യോ വേണ്ട, നമുക്ക് ശാന്തമായിട്ടിരുന്ന് ഈ പ്രകൃതിയുടെ ശബ്ദം കേൾക്കാം. പക്ഷികൾ, പുഴയുടെ ശബ്ദം, കല്ല്, മണ്ണ്. സഞ്ജു, ഹോയ്, ആ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ആ ആ എല്ലാം വാട്ടർ ഫ്ലോ ഫാസ്റ്റ് ആയി. വാട്ടർ ഫ്ലോ ഫാസ്റ്റ് ആയോ? നിനക്കതല്ലേ വേണ്ടേ? പെട്ടെന്ന് പോവാം. Shit, shit, shit. Sanju, please. തൻവി, 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 എഴുന്നേക്ക്. തൻവി, തൻവി,